ഹലോ ഹായ്, ഇന്നൊരു മോർണിംഗ് റുട്ടീനാണ്. എല്ലാ അമ്മമാരും രാവിലെ തന്നെ ഒരു 1-2 മണിക്കൂർ കിച്ചണിലായിരിക്കും അല്ലേ. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ച് പ്രിപ്പറേഷനും അങ്ങനെ ഒരു സാധാരണ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഇന്നൊരു ഫ്രൈഡേ ആണ്. ഫസ്റ്റ് ചായയിൽ നിന്ന് തുടങ്ങാം. ഞാൻ ഫസ്റ്റ് ചായയാണ് കേട്ടോ ആദ്യം ഉണ്ടാക്കുക. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ലഞ്ചിൻ്റെ എന്തെങ്കിലും കറിയോ അതൊക്കെ രാവിലെ തന്നെ ഉണ്ടാക്കി വെക്കും. സ്കൂളിൽ പോകുന്ന കുട്ടികളും വർക്കിന് പോകുന്ന ആളൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ എല്ലാ കിച്ചണും ഭയങ്കര ബിസി ആയിരിക്കും അല്ലേ. എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കും. ചായയൊക്കെ തയ്യാറായി. അപ്പോഴുള്ള പാത്രം അന്നേരം തന്നെ എടുത്തു വെക്കണം, അല്ലെങ്കിൽ പിന്നെ കുറേ ബുദ്ധിമുട്ടാണ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്മാവാണ് കേട്ടോ. ഇത് പെർഫെക്റ്റ് റെസിപ്പി ഒന്നുമല്ല, അതുകൊണ്ട് ഇതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ പറയുന്നില്ല. ഇങ്ങനെ തന്നെയാണോ പെർഫെക്റ്റായിട്ട് ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനിങ്ങനെയാന്ന് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്ന് തോന്നിയാൽ ഉപ്മാവ് ഉണ്ടാക്കാം. ഇതിലിപ്പോൾ ഞാൻ ഉള്ളിയും പച്ചമുളകും മാത്രമേ ഇടുന്നുള്ളൂ. ക്യാരറ്റെല്ലാം ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ബ്രേക്ക്ഫാസ്റ്റെല്ലാം ഏകദേശമായി. അപ്പോഴുള്ള പാത്രങ്ങളെല്ലാം അന്നേരം തന്നെ എടുത്തു വെക്കണം, അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞാൽ ഒരുപാട് പണിയുള്ള പോലെ ഉണ്ടാവും. എൻ്റെ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതാണ് കേട്ടോ, ഈ സ്റ്റോർ റൂം. അടുത്തത് ലഞ്ചിനുള്ള തയ്യാറാണ്. ലഞ്ചിന് ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് നെയ്ച്ചോറും ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത്. നെയ്ച്ചോറ് പിന്നെ ഉണ്ടാക്കൂ, ഇപ്പോൾ കറിയാക്കി വെക്കും. അപ്പോൾ അതിനുള്ള ഉള്ളിയും തക്കാളിയും കാര്യങ്ങളെല്ലാം മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്.
ഫസ്റ്റ് ഞാൻ ബീഫ് കറിയാക്കാൻ ഉള്ളിയും തക്കാളിയും ഒരു വിസിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ ഞാൻ ബീഫ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. ബീഫ് അവിടെ വേവിക്കാൻ വെക്കാം. ആ ഒരു സമയത്ത് നമുക്ക് മറ്റ് പൊടികളെല്ലാം ചൂടാക്കിയെടുക്കാം. ആദ്യം ഞാൻ ഇങ്ങനെയല്ല കേട്ടോ ബീഫ് കറിയൊന്നും വെക്കൽ. ആദ്യം എല്ലാ പൊടികളും ആ പ്രഷർ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കലാം. പക്ഷെ അതിനേക്കാളും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെച്ചാൽ. ഇതിലിപ്പോൾ ഞാൻ ഇറച്ചി മസാലപ്പൊടിയും മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, ഇതെല്ലാം കേട്ടോ ഇതിൽ മിക്സ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം ഒന്ന് ചെറിയ തീയിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ബീഫ് നല്ലോണം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ചൂടാക്കി വെച്ച മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നല്ല അടിപൊളി ബീഫ് കറിയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ കിച്ചൺ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഇതെല്ലാം ഞാൻ ചെയ്യാം. എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെ ആയിരിക്കും. രാവിലെ ഭയങ്കര ബിസി ആയിരിക്കും എല്ലാവരും കിച്ചണിൽ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.